ആർ ചന്ദ്രശേഖർ, ഇവിടെ ഇപ്പോൾ 2 ദിവസമായി പോലീസ് പരിശോധനയ്ക്ക് അവിടേക്ക് ചെല്ലുകയാണ്. പോലീസല്ല പരിശോധിക്കേണ്ടത്, പോലീസ് ഇക്കാര്യത്തിൽ നേതൃത്വം വഹിക്കണം. അവിടെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും എത്തുകയാണ്. പക്ഷെ നടക്കുന്നില്ല, പറ്റുന്നില്ല. വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയാണ്. സമാധി തൊട്ട് കളിക്കരുതേ എന്ന മട്ടിലേക്കായി കാര്യങ്ങൾ. ഇതിപ്പോ 21ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ അവസ്ഥ എന്ന മട്ടിൽ ആളുകൾക്ക് ആശങ്കയുണ്ട്. ഈ പറയുന്ന സാങ്കേതികത്വം, നോട്ടീസ് കൊടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികത്വമാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് നിയമം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. കാര്യം ഇപ്പോൾ 196 ആണ് വകുപ്പ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ആവശ്യമാണ്. ഇപ്പോൾ whenever such magistrate considers it expedient to make an examination of the dead body of any person who has been already interred in order to discover the cause of his death, the magistrate may cause the body to be de-interred and examined എന്നാണ് പറയുന്നത്. അതായത് മജിസ്ട്രേറ്റിന് ചെയ്യാം. ഇനി 5ാമത്തത് പറയുന്നത് ഇതുപോലെ ഒരു എൻക്വയറി വേണമെന്നാണ്. where an enquiry is to be held under the section, the magistrate shall whenever practicable inform the relatives of the deceased whose names and address are known and shall allow them to remain present at the inquiry. അവർ ഇന്നലെ സമാധിയുടെ സ്ഥലത്ത് പ്രസൻ്റ് ആയിരുന്നു, അവരെ അറിയിച്ചിരുന്നു. ആ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോട്ടീസോ റിട്ടേൺ ആയിട്ട് കൊടുക്കണമെന്നോ പറയുന്നില്ല. ഇത് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ആവും. ദ മജിസ്ട്രേറ്റ് or the executive magistrate or the police officer holding an inquiry or investigation under subsection 2 shall within 24 hours of the death of a person forward the body with a view to its being examined to the nearest civil surgeon or other qualified medical person appointed in the behalf by the state government unless it is not possible to do so for reasons to be recorded in writing. ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കൊടുക്കേണ്ട റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പേരൻസ്, ചിൽഡ്രൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ 24 മണിക്കൂറിനകം മരണം നടന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി പരിശോധിക്കണം എന്നുള്ളതാണ് കാരണം. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജോളി കൊലക്കേസ് ഇവിടെ അസ്വാഭാവികമാണോ സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്ന് അറിയില്ല. 4 പേരുടെ ബോഡിയിൽ നിന്ന് നമുക്ക് സൈനൈഡിൻ്റെ ട്രേസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവിടെ ഒരാളുടെ ഇത് മാത്രമാണ് കണ്ടെത്താൻ പറ്റിയത്. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്താൽ മാത്രമേ ശാസ്ത്രീയ പരിശോധനയിലൂടെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇതിനകത്ത് അസ്വാഭാവികമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകും. സ്വാഭാവികമാണെന്നുണ്ടെങ്കിൽ രണ്ടായാലും കുടുംബക്കാർ ഇത് അറിയുന്നത് തന്നെയാണ് നല്ലത്. കാര്യം സ്വാഭാവികമാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ അട്രാക്ഷൻ കിട്ടും, ആ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ വരേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള രീതി. അവർ പവിത്രയുടെ പേരെന്ന് പറഞ്ഞിട്ട് അതിനെ തൊടാതിരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ വരാം.